വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് വൈകുന്നേരം വന്നു. ശബരിമല സ്വർണ്ണ കൊള്ളയിൽ കേസ് ഉണ്ടായിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസെടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ദേവസ്വം ജീവനക്കാരൊക്കെ പ്രതികളായിട്ടുണ്ട്. 10 പേരുണ്ട് പ്രതികളായിട്ട് ഇപ്പോൾ ഇതിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഈ എത്ര പ്രതികളുണ്ട്, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രതികൾ? SKN ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയും ദേവസ്വം ബോർഡിലെ ജീവനക്കാർ 9 ജീവനക്കാർ പ്രതികളുമായി ആകെ 10 പേരാണ് ഇതിൽ പ്രതിപ്പട്ടികയിലുള്ളത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് സ്വർണ്ണമോഷണത്തിൽ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് നിലവിൽ ഇത് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. അന്വേഷണ സംഘം പത്തനംതിട്ട ക്യാമ്പ് ഓഫീസ് തുടങ്ങി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഈ 2 കേസുകളായിട്ടാണ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒന്ന് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടാണ്. ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം കവർന്നുവെന്ന ഒരു കേസും അതുപോലെ തന്നെ ഈ നേരത്തെ ശബരിമലയിലെ ഇതിന് മുന്നോടിയായി സമാനമായ രീതിയിൽ ഈ കട്ടിളപ്പടി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോവുകയും അതിൽ നിന്ന് സ്വർണം അപഹരിക്കുകയും ചെയ്തിരുന്നുവെന്ന ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ 2 FIRകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2ലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി ആക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ അക്കാലത്ത് 2019 അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ പ്രതിയാക്കിയിട്ടുണ്ട്. ഒപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനോടൊപ്പം അതിന് പിന്നാലെയുള്ള കാലത്തുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ, അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ നായർ, തിരുവാഭരണം കമ്മീഷണറായ KS ബൈജു, ഒപ്പം മറ്റൊരു തിരുവാഭരണ കമ്മീഷണറായ RG രാധാകൃഷ്ണൻ. ഇങ്ങനെ ഇവ 9 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അപഹരിച്ച സ്വർണം എന്ത് ചെയ്തു എന്നതായിരിക്കും അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു എന്നതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. പക്ഷേ ഇതിൻ്റെ വ്യാപ്തി കൂടുതൽ ഇനിയും ഉയരുമെന്നതാണ് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ പ്രതികളാക്കി മുന്നോട്ട് പോകാനും തീരുമാനമുണ്ട്. നിലവിൽ കവർച്ച, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ 10 പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തിരിക്കുന്നത്. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികളെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കേസ് എടുക്കുന്ന ഘട്ടത്തിൽ അതിന് മുന്നോടിയായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തെത്തി നിയമവിദഗ്ധരുമായൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദുരൂഹമായ ഇടപെടലുകളൊക്കെ തന്നെ ഈ അന്വേഷണ പരിധിയിൽ വരും. കൂടുതൽ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴുള്ളത്. MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.